ഹലോ നമസ്കാരം, റോസൂസ് ടേസ്റ്റി ഹൗസിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കുട്ടികളുടെ ഫേവറേറ്റ് ആയിരിക്കും. അവർക്കിതൊന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. കുട്ടികൾക്ക് മാത്രമല്ല, കാരമൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ബ്രെഡ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഒരു 4 സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വലിയ ബ്രെഡ് ആയിരുന്നില്ല. അപ്പോൾ വലിയ സൈസ് ബ്രെഡൊക്കെ ആണെങ്കിൽ ഒരു 2 ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു കത്രിക ഉപയോഗിച്ചിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കത്തി ഉപയോഗിച്ചിട്ട് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കത്രിക ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. ഇതേപോലെ ഈ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ 4 ബ്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അളവാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഡയറക്റ്റായിട്ട് ഞാൻ ഈ ബ്രെഡ് പീസസ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ക്രിസ്പി ആക്കി എടുക്കണം. നമ്മൾ എണ്ണയോ ബട്ടറോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ഈ ചൂടായ പാനിലേക്ക് ഇട്ടതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നോളും. ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം ഫ്രൈ ആയിട്ടുണ്ടെന്ന്. പിന്നെ നമുക്ക് അടുപ്പത്ത് കിടക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷേ കളർ ചേഞ്ചായി മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, കളറൊക്കെ ഒന്ന് ചെറുതായി വരുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്നത് മാത്രം പെട്ടെന്ന് അങ്ങ് കളർ ചേഞ്ച് ആയിപ്പോവും. പുറമേ കിടക്കുന്നതൊക്കെ സോഫ്റ്റായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് നിന്ന് മാറ്റി വയ്ക്കാം വേറൊരു പാത്രത്തിൽ. അതിനുശേഷം സെയിം പാനിൽ തന്നെ ഞാൻ അത് ഒന്ന് തുടച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെൽറ്റ് ആയതിന് ശേഷം ഇതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. എപ്പോഴും ശ്രദ്ധിക്കുക, പഞ്ചസാരയൊക്കെ ക്യാരമലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം. നമ്മൾ പെട്ടെന്നാണ് അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. വേറെ ഏതെങ്കിലും പാത്രമാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഒട്ടിപ്പിടിക്കും. ഇതിപ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഒരല്പം കൂടെ ഒന്ന് കളറൊന്ന് ആയിക്കോട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക കേട്ടോ. ഇപ്പം നല്ലൊരു കളറായിട്ടുണ്ട്. ഓവർ കളറാകുകയും വേണ്ട. ഓവർ കളറായി കഴിഞ്ഞാൽ കയ്പ്പ് രുചി ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മെൽറ്റ് ചെയ്ത ബട്ടർ അല്ല ചേർത്തിരിക്കുന്നത്, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് ചേർത്തിരിക്കുകയാണ്. ഇത് അൺസോൾട്ടഡ് ബട്ടർ അല്ല, ചെറുതായിട്ടൊരു സോൾട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ സോൾട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി അൺസോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ ചേർക്കണമെങ്കിൽ ഒരു നേരിയ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബോയിൽഡ് മിൽക്ക്, അതായത് തിളപ്പിച്ച പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാൽ ചേർത്ത് കൊടുത്ത വശം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അത് സാരമില്ല, നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു കട്ടയൊക്കെ മാറി നല്ല സാധാരണ ഒരു പരുവത്തിലേക്ക് വരും. ഇതിപ്പം നല്ല കളറായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് പീസസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് പീസസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അത് എല്ലാം ആ കാരമലൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ എല്ലാ ബ്രെഡ് പീസസിൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു പരന്ന പാത്രത്തിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. പാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറിലേക്ക് നിരത്തി വെച്ചാലും മതി കേട്ടോ. ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിങ്ങനെ കൂടിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നിനോടൊന്ന് വിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ഒരു പരന്ന പാത്രത്തിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് സെർവ് ചെയ്യാവുന്നതാണ്.
നല്ല രുചിയാണ് കേട്ടോ. ക്യാരമൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടമാവും. പക്ഷേ ആ ഒരു ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ക്യാരമൽ ഇഷ്ടപ്പെടാത്തവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത്. അപ്പം അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കുക. അടുത്ത അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ താങ്ക് യു, ബൈ.